ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. അതായത് +2 കഴിഞ്ഞാൽ എങ്ങനെ മെർച്ചന്റ് നേവിയിൽ ഒരു ഓഫീസർ റാങ്കിൽ കയറാണ്. അപ്പം കൂടുതലും പേര് എൻ്റെ അടുത്ത് ഇൻസ്റ്റയിലായാലും മുമ്പിട്ട വീഡിയോയുടെ കമൻറ്റ് ബോക്സിലായാലും ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ +1 +2 സയൻസ് ആയിരിക്കണം. PCM-ന് ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് മിനിമം 60% മാർക്കും ഇംഗ്ലീഷിന് 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെർച്ചന്റ് നേവി കയറാൻ പറ്റുന്ന കോഴ്സ് ചെയ്യാവുന്നതാണ്. ഇനി ഇപ്പം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വേണമെന്നാണ്. അതായത് മെർച്ചന്റ് നേവിയിൽ 2 ഡിപ്പാർട്ട്മെൻ്റ് ആണുള്ളത്. ഒന്ന് ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, ഒന്ന് എഞ്ചിൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഡെക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഷിപ്പിന്റെ നാവിഗേഷനും കാർഗോ ഓപ്പറേഷനും ഇതൊക്കെ ചെയ്യുന്നതാണ് ഡെക്ക് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഷിപ്പിന്റെ എഞ്ചിൻ മെയിൻ്റെനൻസ്, മെഷീനറി മെയിൻ്റെനൻസ് ഇതൊക്കെ ചെയ്യുന്നതാണ് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഇത് നമ്മളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണ്ട ഏത് ഡിപ്പാർട്ട്മെന്റ് എന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ 2 ഡിപ്പാർട്ട്മെന്റിനും വേറെ വേറെ കോഴ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഡെക്ക് ഡിപ്പാർട്ട്മെന്റിൽ കയറാൻ വേണ്ടിയിട്ട് 2 കോഴ്സാണ് ഉള്ളത്. ഒന്ന് നമ്മളുടെ BSc നോട്ടിക്കൽ സയൻസ്, പിന്നുള്ളത് DNS ആണ്, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്. പിന്നെ എഞ്ചിൻ സൈഡിൽ കയറാൻ BTech മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സാണുള്ളത്. അപ്പം ഇത് നിങ്ങൾ ഏത് കോഴ്സ് വേണമെന്ന് ചൂസ് ചെയ്യുക. ഇനി നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ബെസ്റ്റ് കോളേജ്. അതായത് ഈ പറഞ്ഞ 3 കോഴ്സിനും പറ്റിയ ഏത് ബെസ്റ്റ് കോളേജ് ആണെന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക. ഇപ്പം DNS-നാണെങ്കിൽ ബെസ്റ്റ് ആംഗ്ലോ ഈസ്റ്റേൺ, ഗ്രേറ്റ് ഈസ്റ്റേൺ, ടൊളാനി, സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ IMI, ഇങ്ങനത്തെ കുറച്ച് കോളേജാണ്. ഇനിയും കോളേജൊക്കെ ഉണ്ട്, അത് നിങ്ങൾ നോക്കുക. പിന്നെ BSc നോട്ടിക്കൽ സയൻസിനാണെങ്കിൽ നിങ്ങൾ കൂടുതലും പ്ലേസ്മെൻ്റ് ഉള്ള കോളേജ് നോക്കുക. ഇപ്പം DNS-നാണെങ്കിൽ സ്പോൺഷിപ്പാണ്. BSc നോട്ടിക്കൽ സയൻസിന് നല്ല പ്ലേസ്മെൻ്റ് ഉള്ള നല്ല കോളേജ് നോക്കുക. അതായത് ടൊളാനി നല്ല പ്ലേസ്മെൻറ്റ് കിട്ടും, നല്ല കമ്പനികളൊക്കെ വരുന്ന കോളേജാണ്. പിന്നെ നമ്മൾ IMI-ൻ്റെ കുറച്ച് കോളേജ്, TS റഹ്മാൻ, ഇങ്ങനെ കുറച്ച് കോളേജൊക്കെ ഉണ്ട്. ഇനി BTech മറൈൻ എഞ്ചിനീയറിംഗ് ആണെങ്കിലും പ്ലേസ്മെൻ്റ് ഉള്ള കോളേജ് നോക്കുക. ഈ ടൊളാനിയാണ് നമ്പർ 1, നല്ല പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടും. പിന്നെ നമ്മൾ IMI, അങ്ങനെ പിന്നെ കുറച്ച് കോളേജൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പഠിച്ച സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് കമ്പനിയുടെ കോളേജാണ്. അപ്പം അവിടെ പഠിക്കുന്ന എല്ലാവർക്കും നമ്മളുടെ കമ്പനിയിൽ തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കോളേജ് സെലക്ട് ചെയ്യുക, ഏത് കോഴ്സാണെന്ന് നോക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ +1 +2 സയൻസ്, ഇത്ര % മാർക്ക്, പിന്നെ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്തു, പിന്നെ നമുക്ക് വേണ്ട കോഴ്സ് ഏതാണെന്ന് ചൂസ് ചെയ്തു, പിന്നെ നമ്മളുടെ കോളേജ് ഏതാണെന്ന് ചൂസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 3 കോഴ്സ് എടുത്താലും കോമൺ ആയിട്ട് കൊടുക്കേണ്ട ഒരു എൻട്രൻസ് ഉണ്ട്, IMU CET എന്ന് പറയും. ഇതെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതിൽ ഒരു റാങ്ക് വാങ്ങിച്ചിരിക്കണം, എന്നാലേ ഈ പറഞ്ഞ കോഴ്സിനൊക്കെ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നിങ്ങൾ DNS എടുക്കുകയാണെങ്കിലും BSc നോട്ടിക്കൽ സയൻസ് എടുക്കുകയായാലും പിന്നെ BTech മറൈൻ എഞ്ചിനീയറിംഗ് എടുത്താലും നമ്മളുടെ സെലക്ട് ചെയ്ത് വെച്ച ഈ കോളേജിൻ്റെ എക്സാം ഉണ്ട്. അതായത് ആദ്യമേ ഒരു റിട്ടേൺ എക്സാം, പിന്നെ അത് പാസ്സായ പിന്നെ ഒരു ഇൻ്റർവ്യൂ, പിന്നെ അത് കഴിഞ്ഞ് സൈക്കോമെട്രിക് ടെസ്റ്റ്, പിന്നെ മെഡിക്കൽ ടെസ്റ്റ്. ഇത് 4 പാസ്സായി കഴിഞ്ഞാൽ ആ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഇപ്പം DNS-നാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയെന്നാണ്. അതായത് നിങ്ങൾ പഠിക്കുന്ന മുമ്പേ ഒരു കമ്പനിയുടെ സ്പോൺസർഷിപ്പ് കിട്ടി, നിങ്ങൾ 1 ഇയർ പഠിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ കയറാം. നമ്മൾ BSc നോട്ടിക്കൽ സയൻസിനാണെങ്കിൽ ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്നേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചാണ് പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്. BTech മറൈൻ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഈ സെയിം ആണ്, കോളേജിൽ അഡ്മിഷൻ കിട്ടത്തേ ഉള്ളൂ. അപ്പം ഈ ഏപ്രിൽ മാർച്ച് ആ ടൈമിലൊക്കെ ആകുമ്പം ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരും. ഇപ്പം DNS കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത കോളേജിൻ്റെ DNS സ്പോൺസർഷിപ്പ് എക്സാം ആംഗ്ലോ ഈസ്റ്റേൺ എന്ന് ക്രോമിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ വരും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ IMU ആപ്ലിക്കേഷനും അപ്ലൈ ചെയ്യണം, അതിൻ്റെ എൻട്രൻസും കൊടുക്കണം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ട കോളേജിൻ്റെ എക്സാമും, അതിൻ്റെ സെൻറ്റർ എന്ന് വെച്ചാൽ കൊച്ചി കാണും, ചിലപ്പോൾ ട്രിവാൻഡ്രം കാണും, പിന്നെ ചെന്നൈയിൽ, അത് നിങ്ങൾക്ക് കിട്ടുന്ന അനുസരിച്ചിരിക്കും. അപ്പം ആദ്യമേ IMU അപ്ലൈ ചെയ്യുക, അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട കോഴ്സിൻ്റെ ഏത് കോളേജ് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ അവിടുത്തെ എക്സാം കൊടുക്കുക. അപ്പോൾ അവരുടെ കോളേജിൻ്റെ എക്സാമും ഇതെല്ലാം പാസ്സായി കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് അഡ്മിഷൻ റെഡിയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ IMUൻ്റെ എൻട്രൻസിൻ്റെ റാങ്ക് വെയിറ്റ് ചെയ്തിരിക്കണം. അതും കൂടെ കിട്ടിയാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി. അപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അല്ലാതെ കുറേ ഉഡായിപ്പ് കോളേജൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് വിളിച്ചിട്ട് അഡ്മിഷൻ തരാമെന്നൊക്കെ പറയും. അങ്ങനെ ആരും ഒരു കോളേജിലും പോകലും, കാരണം ഈ കോളേജിലൊക്കെ കയറാൻ നല്ല കോമ്പറ്റീഷനാണ്. അപ്പോൾ എക്സാം എഴുതി മാത്രമേ നമുക്ക് കയറാൻ പറ്റൂ, അല്ലാതെ ഇങ്ങോട്ട് അഡ്മിഷൻ തരിക എന്ന് പറഞ്ഞ് വിളിച്ചാൽ അതിന് എന്തെങ്കിലും ഉഡായിപ്പ് കാണും. പിന്നെ നിങ്ങൾ ഏത് കോളേജ് സെലക്ട് ചെയ്താലും DG ഷിപ്പിങ്ങിൻ്റെ വെബ്സൈറ്റിൽ കയറി ബ്ലാക്ക് ലിസ്റ്റഡ് ആണോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ കോളേജൊക്കെ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള നല്ല കോളേജാണ്, നല്ല പ്ലേസ്മെൻറ്റ് കിട്ടുന്ന കോളേജാണ്.
അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഫുൾ സ്റ്റെപ്പ്. അപ്പം നിങ്ങൾ ഏത് കോഴ്സാണ് ചൂസ് ചെയ്യുക, നല്ല കോളേജ് സെലക്ട് ചെയ്യുക, ആ കോളേജിൻ്റെ എക്സാം കൊടുക്കുക, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ IMU എൻട്രൻസും കൊടുക്കുക. ചിലവർ ചെയ്യുന്നൊരു മണ്ടത്തരമാണ്, ഈ IMU എൻട്രൻസ് മാത്രം കൊടുക്കും, അതിൻ്റെ റാങ്ക് വരാൻ കാത്തിരിക്കും, പിന്നെ ഈ സ്പോൺസർഷിപ്പും വേറെ കോളേജിൻ്റെ എക്സാം കൊടുക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യും. അവസാനം അഡ്മിഷൻ കിട്ടത്തില്ല. കാരണം IMUൻ്റെ റാങ്കും എക്സാമൊക്കെ അവസാനമായിരിക്കും നടക്കുന്നത്. ആദ്യമേ തന്നെ നമ്മളുടെ സ്പോൺസർഷിപ്പോ നമ്മളെ വേണ്ട കോളേജിൻ്റെ എക്സാം കൊടുത്ത് പാസ്സായിട്ട് ക്ലിയർ ആയിട്ട് ഇരുന്നാൽ മതി. പിന്നെ ഈ IMU അതിൻ്റെ സമയമാകുമ്പോൾ ഓരോന്ന് നടത്തിക്കൊണ്ടിരിക്കും. നമ്മളെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇപ്പം DNS ആണോ BSc നോട്ടിക്കൽ സയൻസ് ആണോ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തോ, ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിനെപ്പറ്റി ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അപ്ഡേറ്റ്സ് തരാൻ വേണ്ടി, അതായത് +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിരിക്കും. അതായത് ഏതൊക്കെ മാറ്റം കോളേജിൻ്റെയും കമ്പനിയുടെയൊക്കെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെന്നും, സ്പോൺസർഷിപ്പ് എക്സാം എപ്പോഴാണെന്നും, പിന്നെ IMUൻ്റെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടോ, എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, എന്നാണ് എക്സാം, പിന്നെ ഇതിന് കോച്ചിങ്ങിനെ പറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് ബെസ്റ്റ്, കോച്ചിങ് വേണോ, അതിനെപ്പറ്റി എല്ലാം ഡിസ്കസ് ചെയ്യാനും അപ്ഡേറ്റ്സ് തരാനും ഞാൻ ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. നിങ്ങൾക്ക് വേണമെന്നവർക്ക് ജോയിൻ ചെയ്യാം, യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.